കാരണം എൽ ഡി എഫിന് നഷ്ടമാകുവാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കുമെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കൂടി പാടിയിട്ടുണ്ടോ? അല്ല, എൽ ഡി എഫിന് അത് നഷ്ടമാകും എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ അത് പറയേണ്ട ആവശ്യം. അതെ, അത്രേ ഉള്ളൂ. തിരുവനന്തപുരത്തിന്റെ ഒരു ചരിത്രം നമുക്കറിയാലോ. എൽ ഡി എഫിനെ എന്നും ചേർത്ത് വെച്ച ജനങ്ങളാണ് ഈ തിരുവനന്തപുരം ജനത എന്ന് പറയുന്നത്. 55 ഞാൻ ചുമതലയേൽക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കക്ഷിനില അതിൽ നിന്ന് 56 വന്നത് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. ഈ പ്രചരണമൊക്കെ അവർ അപ്പോഴും നടത്തിയിരുന്നു. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ വളരെ കൂളായി ഇപ്പൊ നമ്മളെയൊക്കെ പറ്റി പല നേതാക്കളും ബി.ജെ.പിയിലെ നേതാക്കളും അല്ലാത്തവരും ഒക്കെ ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ ഭാഗമായ ഒരു പല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഞാൻ അതിലൊന്നും വറീഡാവാത്തത്, എന്റെ പ്രസ്ഥാനം വറീഡാവാത്തത് തെരഞ്ഞെടുപ്പുകളിൽ നടത്തിയിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞാണ് കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ചും വെള്ളാർ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നഗരസഭയോടൊപ്പം ചേർന്ന് നിന്നത്. ആ വിജയം ജനങ്ങൾ നമുക്ക് നേടിത്തരുമ്പോൾ ഇനി വരാൻ പോകുന്ന തുടർന്നുള്ള ഭരണസമിതിക്കുള്ള അംഗീകാരം അത് മുൻകൂട്ടി ഞങ്ങളിപ്പോൾ തരികയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ ഇടതുപക്ഷത്തിനല്ലാതെ മറ്റാർക്കെങ്കിലും തിരുവനന്തപുരം നഗരസഭയിൽ വിജയിക്കാം എന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ അത് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറ്റിക്കൊടുക്കും എന്ന് മാത്രമേ എനിക്ക് പറയുന്നത്. ഞങ്ങളുടെ പ്രധാനമന്ത്രി, അതായത് ബി.ജെ.പി അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ മേയർ പോയി സ്വീകരിക്കും എന്നാണ് ബി.ജെ.പിയുടെ ആളുകൾ പ്രചരണം നടത്തിയത്. ഇപ്പോൾ കേന്ദ്ര നേതാക്കൾ മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ എല്ലാവരും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും എന്ന വ്യാമോഹത്തോടു കൂടി നടക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളി